നമസ്കാരം. ഉയർന്ന ശമ്പളവും മോഹിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്ത് മലയാളി യുവതികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയും അവിടെ വച്ച് ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റുകൾ കേരളത്തിൽ വീണ്ടും വലവിരിക്കുന്നതായുള്ള പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. കൊച്ചി മരട് കേന്ദ്രീകരിച്ച് മോഡലിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ ആകർഷകമായ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ ദുബായിലേക്ക് കടത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പൊന്നാനി സ്വദേശിനിയായ ഒരു യുവതി കൂടി അറസ്റ്റിലായ സംഭവം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൊന്നാനി സ്വദേശി മഞ്ജിമയാണ് ചൊവ്വാഴ്ച പോലീസിന്റെ പിടിയിലായത്. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് നടത്തുന്ന പെരുമ്പാവൂർ കോട്ടപ്പടി സ്വദേശിനി സ്റ്റോയിസി എന്ന സിന്ധു, മരടിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി അലീന എബ്രഹാം എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് KG, മരട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൽ മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കോടതി പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. മോഡലിംഗിനെന്ന് പറഞ്ഞ് വിദേശത്തെത്തിച്ച് പലർക്കായി കാഴ്ചവെച്ചു എന്ന് 2 യുവതികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നത്. ദുബായിൽ എത്തിച്ച ശേഷം പെൺകുട്ടികൾക്ക് ഇവർ മയക്കുമരുന്ന് നൽകിയ ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടികളെ പലർക്കായി കാഴ്ചവെച്ചതെന്നും പോലീസ് പറയുന്നു. നിരവധി പെൺകുട്ടികൾ ഇവരുടെ സംഘത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അറസ്റ്റിലായവരിൽ അലീന നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ നവംബറിൽ വൈറ്റിലിലെ ബാറിൽ നടന്ന സംഘർഷത്തിലും ഇവർ പ്രതിയായിരുന്നു. വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് സ്റ്റോയിസിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികളെ മോഡലിംഗ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ ജോലികൾ വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിച്ചു വന്നിരുന്ന രാജ്യാന്തര സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായത് എന്നാണ് പോലീസ് പറയുന്നത്. തിളങ്ങുന്ന മോഡലിംഗ് ലോകത്തെക്കുറിച്ചുള്ള പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് കൊടും ക്രിമിനലുകൾ മുതലെടുത്ത് പെൺകുട്ടികളുടെ ജീവിതം നരകതുല്യമാക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഇത്തരം കേസുകളുടെ സ്വഭാവം മുൻകാല അനുഭവങ്ങളും പരിശോധിക്കുമ്പോൾ പിടിക്കപ്പെടുന്ന പ്രാദേശിക പ്രതികൾ വലിയൊരു അന്താരാഷ്ട്ര ശൃംഖലയുടെ വെറും കണ്ണികൾ മാത്രമാകാനാണ് കൂടുതൽ സാധ്യത. സാധാരണ ക്രിമിനലുകൾക്ക് ഒറ്റയ്ക്ക് വിദേശത്തേക്ക് തുടർച്ചയായി ആളുകളെ കടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃത്യമായ ഇടവേളകളിൽ വിസിറ്റിംഗ് വിസകൾ സംഘടിപ്പിക്കുക, എയർപോർട്ട് ഇമിഗ്രേഷൻ ചട്ടങ്ങളെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുക, വിവിധ നഗരങ്ങളിലേക്ക് വിമാന ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക എന്നിവ വലിയ സാമ്പത്തിക സഹായവും വിദേശത്ത് സ്വാധീനവുമുള്ള രാജ്യാന്തര ഏജൻസികളുടെ പങ്കാളിത്തമില്ലാതെ സാധിക്കില്ല. കൊച്ചി കേസിലെ പ്രതിയായ സ്റ്റോയിസി മുംബൈ വിമാനത്താവളം വഴി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഇത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാകും. യുവതികളെ ദുബായ് പോലുള്ള വിദേശ നഗരങ്ങളിൽ എത്തിച്ച ശേഷം ഉടൻ തന്നെ താമസിപ്പിക്കാൻ സുരക്ഷിതമായ രഹസ്യ ഫ്ളാറ്റുകളോ ലേബർ ക്യാമ്പുകളോ ഈ സംഘങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പ്രാദേശിക നിയമങ്ങളെയും പോലീസിന്റെ പരിശോധനകളെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള അവിടെ വർഷങ്ങളായി ബിസിനസ്സോ മറ്റ് പ്രവർത്തനങ്ങളോ നടത്തുന്ന അന്താരാഷ്ട്ര ലോബിയാണ് ഈ താവളങ്ങളും മറ്റ് ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത്. പെൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി നഗ്നചിത്രങ്ങൾ പകർത്തുകയും അവ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു ഡിജിറ്റൽ മാഫിയ തന്നെയുണ്ട്. ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും കൈമാറുന്നതിനും വിദേശികളായ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും ഡാർക്ക് വെബ് സാങ്കേതിക വിദ്യകളോ എൻക്രിപ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര മെസ്സേജിംഗ് ആപ്പുകളോ ആണ് ഇവർ ഉപയോഗിക്കുക. ഇതിന്റെ നിയന്ത്രണം പലപ്പോഴും ഇന്ത്യക്ക് പുറത്തുള്ള IT വിദഗ്ധരായ കുറ്റവാളികളുടെ കൈകളിലായിരിക്കും. പെൺവാണിഭത്തിലൂടെയും മനുഷ്യക്കടത്തിലൂടെയും ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയല്ല നടക്കാറുള്ളത്. പിടിക്കപ്പെടാതിരിക്കാൻ ഹവാല വഴിയോ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള മറ്റ് സാമ്പത്തിക ചാനലുകൾ വഴിയോ അതുമല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വഴിയോ ആണ് പണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നത്. ഈ പണമിടപാടുകൾ നിയന്ത്രിക്കുന്നത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക കുറ്റവാളികളാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ പെൺകുട്ടികളെ വലയിലാക്കാൻ നിൽക്കുന്ന മഞ്ജിമ, അലീന, സ്റ്റോയിസി എന്നിവരെ പോലെയുള്ളവർ ഈ മാഫിയ സാമ്രാജ്യത്തിൻ്റെ ഒരു മുഖം മാത്രമായിരിക്കും. ഇവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് കേന്ദ്ര, സംസ്ഥാന അന്വേഷണ സംഘങ്ങൾ സംയുക്തമായി നീങ്ങിയാൽ മാത്രമേ ഈ അന്താരാഷ്ട്ര ശൃംഖലയുടെ തലവന്മാരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഗ്ലാമർ ലോകത്തിലുള്ള കമ്പവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണവും പ്രശസ്തിയും നേടാമെന്ന ചിന്തയുമാണ് പലപ്പോഴും യുവതികളെ ഇത്തരം മാഫിയകളുടെ എളുപ്പത്തിലുള്ള ഇരകളാക്കി മാറ്റുന്നത്. സോഷ്യൽ മീഡിയ വഴിയും പരസ്യങ്ങൾ വഴിയുമാണ് ഈ സംഘങ്ങൾ പെൺകുട്ടികളെ കണ്ടെത്തുന്നത്. തുടക്കത്തിൽ വളരെ മാന്യമായി പെരുമാറുന്ന ഏജന്റുമാർ സൗജന്യ വിസയും വിമാന ടിക്കറ്റും നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എന്നാൽ വിദേശത്ത് എത്തുന്നതോടെ കഥ മാറുകയാണ്. പെൺകുട്ടികളുടെ പാസ്പോർട്ടും ഫോണും കൈക്കലാക്കുന്ന സംഘം അവിടെ വെച്ച് അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റി ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു തവണ ഈ ചതിക്കുഴിയിൽ വീണുപോയാൽ പിന്നീട് നാണക്കേട് ഭയന്നും ജീവഹാനി ഭയന്നും പലരും പുറം ലോകത്തോട് വിവരങ്ങൾ പറയുവാൻ മടിക്കുന്നതാണ് ഈ റാക്കറ്റുകൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നത്.
ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും അന്താരാഷ്ട്ര പെൺവാണിഭ സംഘങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാൻ യുവതികൾ കടുത്ത ജാഗ്രതയും വിവേകവും പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയയിലൂടെയോ അവിശ്വസനീയമായ വ്യക്തികളിലൂടെയോ വരുന്ന വൻകിട തൊഴിൽ വാഗ്ദാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. മോഡലിംഗ്, പ്രൊമോഷൻ വർക്കുകൾ, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ ജോലികൾക്കായി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ആ സ്ഥാപനത്തെക്കുറിച്ചും അത് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചും കൃത്യമായ പശ്ചാത്തല പരിശോധന നടത്തണം. സർക്കാർ അംഗീകൃത ഏജൻസികൾ വഴി മാത്രമേ വിദേശത്തെ തൊഴിൽ വിസകൾ സ്വീകരിക്കാവൂ. ടൂറിസ്റ്റ് വിസയിലോ സന്ദർശക വിസയിലോ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യാമെന്ന് പറയുന്ന ഏജന്റുമാരെ പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഇത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇത്തരം വിസകളിൽ പോകുന്നവർക്ക് അവിടെ യാതൊരുവിധ തൊഴിൽ സുരക്ഷയും ലഭിക്കുകയുമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മാതാപിതാക്കളെയോ വിശ്വസ്തരായ സുഹൃത്തുക്കളെയോ വിവരം അറിയിക്കാൻ മടിക്കരുത്. ബ്ലാക്ക് മെയിലുകൾക്ക് വഴങ്ങി കൂടുതൽ ചതുപ്പ് നിലങ്ങളിലേക്ക് താഴുന്നതിനേക്കാൾ നല്ലത് തുടക്കത്തിൽ തന്നെ പോലീസിൻ്റെയോ വനിതാ സെല്ലിൻ്റെയോ സഹായം തേടുന്നതാണ്. സൈബർ ലോകത്തെ കണ്ണികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവുകയും സ്വന്തം സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകുകയും ചെയ്താൽ മാത്രമേ ഇത്തരം ആധുനിക അടിമക്കച്ചവട ശൃംഖലകളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതരായിരിക്കാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ TV.